ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്റെ ചുട്ട് കരിക്കോട്ടെ. ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടി? എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം? താനാണോ എനിക്ക് തന്നത്? 23 ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, എനിക്കിന്റെ കാശ് വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത്? ഞാൻ സൈനഡ സാർ സാധനം വളരെ സൂക്ഷിച്ചു വേണം സാർ അവനെ കൈകാര്യം ചെയ്യാൻ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അപ്പൊ ഈ എല്ലാത്തിന്റെ ലക്ഷ്യം, കുറച്ച് ആൾക്കാരുടെ ലക്ഷ്യം എന്നെയും കിച്ചനെ വേർപിരിക്കാന് നടക്കത്തില്ല. ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. കിച്ചുവിന് എന്നെ അറിയാം, എനിക്ക് കിച്ചുവിനെ അറിയാം. ഇവനാണ് എന്റെ മെയിൻ പാര. അവന്റെ ഒരു മണ്ണാർക്കാടും റബ്ബറും. ട്രോഫി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെയൊക്കെ വീട്ടില് ആക്രി സാധനങ്ങൾ എടുത്താണ് ചാക്കിൽ വയ്ക്കുക. എന്താ ഉറക്കം വരുന്നു? അത് വെറും അഴുക്കൊരു ചാക്കല്ല. സുധീലയത്തിന് കിട്ടിയ ഈശോയുടെ രൂപം വരെ അതിനകത്തുണ്ട്. എന്താടോ കളിയാക്കുവാണോ? തന്റെ വേലത്തരങ്ങളൊക്കെ കൈ വെച്ചിരുന്നാ മതി. അപ്പൊ എന്റെ കട്ടിലിന്റെ അടിയിലും രേണുവിന്റെ അത് പറയാം. അതാണ് ഞാൻ പറയാൻ വന്നത്. അഭിനയിക്കുമ്പോഴേ ബാലയുടെ അത്ര ഓവർ ആവണ്ട, സീരിയലിന്റെ അളവിലും മതി. രേണുവിന്റെ ട്രോഫി, രേണുവിന് ഇപ്പൊ 5-8 ട്രോഫിയെ കിട്ടിയിട്ടുള്ളൂ. ശരി, സമ്മതിച്ചു. അത് അത്രയും പ്രഷ്യസ് ആണ് രേണു. അതെ, ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്ന് പറയുന്ന ഇത് നശിപ്പിക്കില്ല, ആ ട്രോഫി എടുക്കില്ല. അത് നശിപ്പിച്ചാലും വിഷയമല്ലല്ലോ, എനിക്ക് വിഷയമല്ല. കാരണം സുധിച്ചേട്ടനെ അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് മിസ്റ്റർ മുകുന്ദൻ. അപ്പൊ ആ ഒരു വീട്ടില് അലമാരയില്ല. അലമാരിയിൽ ഒരേ ഒരു അലമാരി, ഒരു ചെറിയ 6000 രൂപയ്ക്ക് മേടിച്ച ഒരു അലമാരിയുള്ള, അതിനകത്ത് എന്റെയും സുധിച്ചേട്ടന്റെ സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് വെച്ചപ്പോ അതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ താഴെ വീഴും. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? അത് ജസ്റ്റ് മറ്റേ വാളിലാണെങ്കിലും ഒരു സാധനം ഇങ്ങനെ set നമുക്ക് ചെയ്യാം. ചെയ്യാൻ പറ്റത്തില്ല. അതല്ലേ വീടിന്റെ തുറന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നത്. ജിപ്സമാണ് ചെയ്തത്. മുട്ടിന് തൊഴിലായി പറഞ്ഞാണ്ടല്ലോ, ആട്ടിക്കാൻ മുട്ടുകാലിയാണ് ഓടിക്കുമ്പോ. ആദ്യകാലങ്ങളിലൊക്കെ ഈ ലേഡിയുടെ വോയിസ് മാത്രമാണ് പുറത്തോട്ട് വന്നത്. അതിനുശേഷം 2 ദിവസം അതെനിക്കറിയാമായിരുന്നു. എന്താ പറയാ, ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് 6 വളരെ sex chat. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെയും സുധിയുടെ ഭാര്യയായ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെയും. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ബെസ്റ്റ് സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടൻ. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. സംഭാഷണ രീതികൾ മാറുന്നു. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആളും ഞാനും തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധീര കൂടെ അല്ലേ. ഇവനൊക്കെ ഉണ്ടാക്കി 4 വാഴ വെച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും ഉപകാരം ഉണ്ടായി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.